ഹലോ, അപ്പോൾ ട്രാവൽ ആൻഡ് ഫുഡ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഉള്ളിത്തണ്ടൊക്കെ വളർത്തി തുടങ്ങിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇപ്രാവശ്യം ഈ തണ്ട് വെച്ചിട്ട് തണ്ട് വളർത്തണമെന്നല്ല കേട്ടോ, ശരിക്കത്തെ നമ്മുടെ ഉള്ളി തന്നെ നമ്മൾ കൃഷി ചെയ്തെടുക്കും. ഒരു ഉള്ളി വെച്ചിട്ട് നമ്മൾ എത്ര കൃഷി ചെയ്തെടുക്കാൻ നമുക്ക് കാണിച്ചു തരാം. നടി അതും അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ മുളപ്പിച്ചെടുത്ത ഉള്ളിയാണ് നമ്മൾ മാറ്റാൻ പോണത്, മണ്ണിലേക്ക് മാറ്റാൻ പോണത്. അപ്പോൾ കറക്റ്റായിട്ട് അറിയാം. അത് ഓരോരോ വേര് ഇറങ്ങി വന്നതും ഭയങ്കര രസമാട്ടോ. ആക്ച്വലി ഞങ്ങൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഓരോ ദിവസവും അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമല്ലേ, രസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് ചെയ്യണേന്നും ഇത് നമുക്ക് മാറ്റി എങ്ങനെ ഇത് ഉള്ളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടണേന്നും ഒക്കെ മണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കാര്യം, നമ്മുടെ വീഡിയോ ഒക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇനിയും സബ്സ്ക്രൈബേഴ്സ് വേണം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറക്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കയ്യിലേക്ക് വന്നെത്തും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റേ ട്യൂൺ. അപ്പോൾ നമുക്ക് ഇതിൽ കണ്ടുകൊണ്ടിരിക്കാം എന്താ സംഭവിക്കണേന്ന്. ഓക്കെ, ഇതാ വെളുത്തുള്ളി. അപ്പോൾ ഈ വെളുത്തുള്ളി വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ ബാക്കി പറഞ്ഞു തരും. എന്താണ് കണ്ടത്, ഇത് വെറും വെളുത്തുള്ളി ഉണ്ടല്ലേ. നമുക്ക് ചെടികളൊക്കെ വളർത്തുമ്പോഴേ അത് മുളയ്ക്കുന്നുണ്ടോയെന്ന് അറിയാനായിട്ടൊരു ആഗ്രഹം തോന്നുന്നു. എനിക്ക് ഭയങ്കര ആകാംക്ഷയാണ് എപ്പോഴും. അത് എന്ത് ചെയ്താലും ഞാൻ ഇടയ്ക്ക് സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ മണ്ണ് തോണ്ടി നോക്കും, വേറെ ഇറങ്ങലുണ്ടോയെന്ന് അറിയാനായിട്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ലതാണ്, അല്ലാത്തവർക്കും നല്ലതാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്യണേന്ന് കാണിക്കാം. അപ്പോൾ ഈ നമ്മൾ ഈ ഫുള്ള് വെളുത്തുള്ളിയുടെ ഒരു ഇതിങ്ങനെ എടുത്തിട്ട് അതിൽ ഇത് ഫുള്ള് ഇറങ്ങിയിരിക്കരുത്. ഇങ്ങനെ അതിൻ്റെ താഴ്ഭാഗം മാത്രം ഇങ്ങനെ ടച്ച് ചെയ്ത് ഇത് അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയല്ല നമ്മൾ വെക്കണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ വെക്കണ്ടേ. ഞാനിത് ആദ്യം കണ്ടപ്പോ എന്നെ വിചാരിച്ചോണ്ടിരുന്നതെന്ന് അറിയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലർത്തിയാ വെക്കണ്ടേന്ന് വിചാരിച്ചോണ്ടിരുന്നത്. അല്ല, നമ്മൾ ആദ്യമൊക്കെ തുടങ്ങുമ്പോൾ നമുക്കൊന്നും അറിയില്ല കേട്ടോ. വിത്ത് പാകണം എങ്ങനെയാന്ന് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാനതൊക്കെ ഓരോന്നൊക്കെ കണ്ടുപിടിച്ച് ചെയ്തത്. അപ്പം ഇതെങ്ങനെയാ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇറക്കി വെക്കുക, ഇതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട്. ഞാൻ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാ അതെന്നുള്ളത്. അത് നിറച്ച് വെള്ളം ഒഴിക്കുക. അതിലടിക്കൂടെ വെള്ളം വന്നിട്ടുണ്ടല്ലോ, അത് കുഴപ്പമില്ല. എന്നിട്ട് ഇതിന്റെ അടിഭാഗം അതിലൊന്ന് തൊട്ടിരുന്നാ മതി. തൊട്ടിരിക്കണ പോലെ ഇങ്ങനെ വെച്ചാ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, കണ്ടോ നിങ്ങള്. അത് താഴോട്ട് ഒത്തിരി ഇറങ്ങരുത്, കുറച്ചിറങ്ങിയാലും കുഴപ്പമില്ല, ഒത്തിരി ഇറങ്ങരുത്. ഇത്തിരി ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ വെള്ളത്തിൽ മുട്ടി ഇങ്ങനെ നിൽക്കുക. അതെ, വെള്ളത്തിൽ മുട്ടി നിന്നാ മതി. അപ്പൊ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് എല്ലാ ദിവസവും എടുത്ത് നോക്കാം വേറെ ഇറങ്ങണുണ്ടോ. ഓരോ ദിവസം വേറെ ഇറങ്ങണ കാണാൻ രസാ. അത് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് വിടർന്ന് വരും. വിടർന്ന് വരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. വിടർന്ന് ഞാൻ എടുക്കാം, പുറത്തെടുക്കാം. കണ്ടോ, അതിങ്ങനെ വിടർന്ന് വരും. വിടർന്ന് വരുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ വായു വട്ടമുള്ള ഏതെങ്കിലും ഗ്ലാസ്സിലോട്ടോ കുപ്പിയിലോട്ടോ പാത്രത്തിലോട്ടോ ഇങ്ങനെ താഴ്ത്തി വെക്കാം. ഫുള്ള് താഴ്ത്തരുത്, അതിന്റെ ആ വേര് മാത്രം ഇങ്ങനെ മുട്ടി നിന്നാൽ മതി. അതാണ് അതിന്റെ ഒരിത്. ഓക്കെ, എന്ന് കഴിയുമ്പം ഇതിപ്പോ 1.5 ആഴ്ച ആയതാണ്. ഇതിപ്പോ 1.5 ആഴ്ച ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് മുളകളൊക്കെ വന്ന് വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി. അപ്പൊ ഇതിന്റെ ഗുണം എന്നാ, ഇത് വളരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വേര് വളർന്നു കണ്ടിട്ട്. അപ്പം നമുക്കിന്ന് വെളുത്തുള്ളി കൃഷി ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരുമിച്ച് ചെയ്യാന്ന് പറഞ്ഞുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാവരും ചെയ്യണതായിരിക്കും. പക്ഷെ നമ്മൾ ഒരാൾ ചെയ്യണ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ അത് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ തോന്നും. എൻ്റെ ഒരു ഫ്രണ്ട് സ്ഥിരം ചെയ്യണത് ഇതിൻ്റെ കുറച്ച് എല്ലാ പ്രാവശ്യം ചെയ്യും. അപ്പം അന്നൊക്കെ കാണുമ്പോൾ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിൻ്റെ ഒരു ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ ആവശ്യം മനസ്സിലായത്. അപ്പൊ ഇത്രയൊക്കെ എളുപ്പമായിട്ട് അത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അതിന്റെ ഒരു ഗുണം ഞാൻ പറഞ്ഞുതരാം. അല്ലേ, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു ഉള്ളി കണ്ടില്ലേ, ഈ ഒരൊറ്റ ഉള്ളിന്നാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയെടുത്തേക്കണത്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഓരോ ഉള്ളിക്കും ഓരോ ഉള്ളി ഉണ്ടാക്കിയെടുക്കുക. ഓരോ അല്ലിക്കും ഓരോ ബൾബ് ഓരോ ഇതുണ്ടാവും. അപ്പൊ ഇതിങ്ങനെ തന്നെ അല്ലാട്ടോ നടണം, നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം നടാനായിട്ട്. അപ്പൊ അറിയണവരുണ്ട് കേട്ടോ. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ കൃഷി തുടങ്ങിയപ്പോ ആ സമയത്ത് എനിക്ക് വിത്ത് പാകാൻ പോലും അറിയില്ലായിരുന്നു. അതൊക്കെ ഞാൻ ഓരോന്നൊക്കെ നോക്കിയും കണ്ടൊക്കെ ചെയ്തത്. അപ്പം അത് നമുക്ക് ശരിയാക്കാം. അടുത്തത് നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ്. ഞാൻ ഒരു പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം പോരാ, എനിക്ക് വേറെ 2 എണ്ണം കൂടെ വേണം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരെണ്ണം
എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിന് കുറേ ഈ പോട്ടിന് കുറേ ഹോളുള്ള കാരണം ഹോളുള്ളിടത്തൊക്കെ ഞാൻ ഓരോ ഇഷ്ടിക കഷ്ണങ്ങൾ ഇങ്ങനെ വെച്ചേക്കുവാണ്. പക്ഷെ വെള്ളം പോവാൻ പാകത്തിനായിട്ടാണ് ഞാൻ വെച്ചേക്കണം. ഫുള്ള് മറിച്ച് വെക്കരുത്, കാരണം വെളുത്തുള്ളിക്ക് വെള്ളം നിൽക്കുന്ന മണ്ണ് ശരിയാവില്ല, വെള്ളം പോകണം അതിൽ നിന്ന്. അപ്പം അതെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് വെച്ചാൽ കുറച്ച് കരിയില കമ്പോസ്റ്റ്, അതറിയാവോ, കരിയില അഴുകി കഴിയുമ്പോഴത്തേക്കും അതിന് വളമായിട്ട് മാറും കരിയില ഇതൊക്കെ. അപ്പം ഞാൻ കുറച്ച് കരിയില അതിലോട്ട് അടിയിലോട്ട് ഇങ്ങനെ ഇട്ടു. അപ്പം ഞാൻ ഈ മണ്ണ് എടുത്തേക്കണമെന്ന് വെച്ചാൽ മണ്ണിൽ ഞാൻ കുറച്ച് കമ്പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കമ്പോസ്റ്റും പിന്നെ ഈ അടുക്കളയുടെ വേസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ഞാൻ കുറച്ച് മീൻ വെള്ളം ഇട്ട് ഒരു 2-3 ദിവസം ഞാനിങ്ങനെ വെച്ചേക്കുമായിരുന്നു ഈ മണ്ണ്. കാരണം കുറച്ചധികം സാധനങ്ങൾ കൃഷി ചെയ്യാനുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് മണ്ണ് ഒരു ചാക്ക് മണ്ണ് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ആ മണ്ണിന് തന്നെ ഉള്ളിയുടെ എല്ലാത്തിൻ്റെ ഒക്കെ ഒരു മണമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, ഒന്നല്ല കുറേ ഫ്രണ്ട്സിനെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ് ആരാന്ന് അല്ലല്ല, ഞാൻ മറ്റേ ഇതിന്ന് വേറൊരു പോട്ടീന്ന് എടുത്ത് ഇങ്ങോട്ട് ഇട്ടതാ. ഇതിൽ 2-3 ദിവസം കൊണ്ട് ഉണ്ടാവൂല. കണ്ടോ, തല പൊക്കി നോക്കണുണ്ടോ? 2-3 മണ്ണിരേനെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. കാരണം അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ, ഇവര് കാരണമാണല്ലോ ചെടിക്ക് നല്ല കരുത്തുണ്ടാവണേ. അപ്പൊ വെളുത്തുള്ളി കൃഷിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെളുത്തുള്ളി കൃഷിക്ക് നല്ല വളം വേണം. നല്ലതായിട്ട് വളം ഉണ്ടെങ്കിലാണ് അത് നന്നായിട്ട് വളരുള്ളൂ. അപ്പം ഞാൻ ഈ സാധനമൊക്കെ ഇടാം. അപ്പം നമ്മൾ ആ മണ്ണൊക്കെ ഇതിൽ നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെളുത്തുള്ളിയുടെ അല്ലികളില്ലേ, അല്ലികൾ പതുക്കെ ഇങ്ങനെ അടർത്തി എടുക്കുക. കണ്ടോ, അടർത്തി ഓരോന്നായിട്ട് സൂക്ഷിച്ച് എടുക്കാൻ പോന്നോളൂ കേട്ടോ. ഓരോന്നിനും വേര് കണ്ടോ, ഇതിലൊക്കെ മുള പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് ഞാൻ മാറ്റി കാണിച്ചു തരാം. മുള ഇങ്ങനെ അതേ കണ്ടോ, മുള വന്നേക്കണുണ്ടോ, എല്ലാത്തിനും മുള വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ഇതിലിപ്പോ 1, 2, 4 എണ്ണം നടാം. ഞാൻ 4 എണ്ണം നടാൻ ഇതിൽ പറ്റുള്ളൂ, ബൾബായിട്ടാണല്ലോ വന്നത്. അപ്പൊ ഞാൻ 4 എണ്ണം വേണ്ട, 3 എണ്ണം മതി ഇതിന്. അപ്പം ഇതിൽ ഞാനിങ്ങനെ ഇതിന്റെ ഒരു ഇത് മാറ്റി ഇങ്ങനെ കൊടുത്തിട്ട് അപ്പം സ്പേസ് കിട്ടണമെങ്കിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഇവിടെ വെച്ചു. അപ്പൊ 3 എണ്ണത്തിന് സ്പേസ് കിട്ടും വളർന്നു വരാൻ വേണ്ടിട്ട്. ശരിയാക്കി കണ്ട, അതിന്റെ തൊണ്ട് കളഞ്ഞു അല്ലേ? തൊണ്ട് കളയണമെന്നൊന്നുമില്ല, ഞാൻ കളഞ്ഞെന്നേ ഉള്ളൂ. പക്ഷെ അതിന്റെ നന്നായിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കണം. അതിന്റെ ആ ഇത് മാത്രമാണ്, കൂമ്പ് മാത്രമാണ് അവിടെ കാണാൻ പാടുള്ളൂ. ബാക്കി നന്നായിട്ട് ഇറങ്ങി ഒന്ന് മണ്ണങ്ങ് അമർത്തി വെച്ച് കൊടുത്താൽ മതി. എല്ലാം സംഭവം റെഡിയായി. അപ്പൊ 3 എണ്ണം 3 സ്ഥലത്ത് ആയില്ല. ഇതിന്റെ മേളിലേക്ക് വേറെ എന്തെങ്കിലും ഇടേണ്ട ആവശ്യമുണ്ടോ? ഇതിന്റെ മേളിലോട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ഈ മണ്ണ് ആക്ച്വലി നനഞ്ഞിരിക്കുന്ന കാരണം നനയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നനയാത്ത മണ്ണാണെങ്കിൽ നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. ഇത് ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം നനച്ചാൽ മതി. 3 ഇടവിട്ട ദിവസങ്ങളിൽ നനച്ചാൽ മതി. നന്നായിട്ട് വളം വേണം, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പം ഞാനിതെല്ലാം കൂടെ ബാക്കി എൻ്റെ പ്ലാസ്റ്റിക് കുപ്പികളിൽ കണ്ടിച്ചിട്ട് ചെയ്യാൻ പോവാണ്. ഞാൻ വേസ്റ്റ് ബോക്സ് ഇപ്രാവശ്യം കാണിക്കുന്നില്ല. പിന്നെ പാലും കുപ്പി കട്ട് ചെയ്ത് കാണിക്കണില്ല, അത് കാണിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കമൻസ് വരുമോ. അപ്പോൾ അത് കാരണം അത് ഞാൻ കാണിക്കണില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഗ്രോ ബാഗുകളിലൊക്കെ നന്നായിട്ട് വളരും കേട്ടോ അത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ഈ മീൻ കഴുകിയ വെള്ളവും മീറ്റ് കഴുകിയ വെള്ളവും കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഇട്ട് മണ്ണ് മിക്സ് ചെയ്ത് 2 ദിവസം ഇങ്ങനെ നനച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലിങ്ങനെ നന്നായിട്ട് ഡീകമ്പോസ്റ്റ് ആവും. നല്ല വളമാണ് അതിന്. ഈ കരികിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി, നല്ലതാണ്. അപ്പോൾ കണ്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇത്രയും ബാക്കിയുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ പതുക്കെ ഓരോരോ സംഭവങ്ങളിലേക്ക് നടാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് മറ്റേ പാലുകുപ്പിയല്ലേ, ഞാൻ ഇത്രയും സാധനങ്ങൾ കുറേ സാധനങ്ങൾ ഞാൻ നടാനുണ്ട്. എനിക്ക് ബീട്രൂട്ടൊക്കെ ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതൊക്കെ നടാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ അങ്ങനെ നടാൻ പറ്റില്ലാത്ത കാരണം പാലും കുപ്പി കട്ട് ചെയ്തിട്ടോ നടാറുണ്ട്. പിന്നെ ഇത് അരിച്ചാക്ക് ഗ്രോ ബാഗ് പോലെ യൂസ് ചെയ്തിട്ടും ഞാൻ നടാറുണ്ട്. പക്ഷേ പാലും കുപ്പി എന്നൊക്കെ പറഞ്ഞാൽ ഒരെണ്ണമല്ലേ നടാൻ പറ്റുള്ളൂ. പാലും കുപ്പി വലുതാണെങ്കിൽ 2 എണ്ണം ഇല്ലെങ്കിൽ 1 എണ്ണേ പറ്റുള്ളൂ. നീളമുള്ളത് എടുക്കണം. ഇതിന് കാരണം ഇങ്ങനെ കണ്ടോ വേറെ ഇറങ്ങണ കണ്ടില്ലേ, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്രയും വേറെ ഇറങ്ങി. അപ്പോൾ പിന്നെ നന്നായിട്ട് വേറെ ഇറങ്ങും. അപ്പൊ അങ്ങനെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? ലൈക്ക്, ഷെയർ,
കമന്റ്, സബ്സ്ക്രൈബ്, പ്രസ് ദ ബെല്ലൈക്കൺ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അതിന്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതി കൊടുത്ത് ഞെക്കി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്ഡ് ആവും. അതെ, ലോഗിൻ ചെയ്യണം, എന്നിട്ടാണ് സബ്സ്ക്രൈബ് ആണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ഡൗട്ട് ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് ലോഗിൻ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത്, വാട്സപ്പോ ഫേസ്ബുക്കോ എന്തോ ആയിക്കോട്ടെ, ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതുപോലെ സന്തോഷം. ഓക്കെ എന്നാ, അപ്പൊ താങ്ക് യു എല്ലാവർക്കും, ഒത്തിരി താങ്ക്സ്. ബൈ ബൈ. ബൈ ബൈ. അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ. ഇവിടെ നീ പറഞ്ഞ പോലെ തന്നെ നല്ല കാറ്റാണിന്ന്. കാറ്റുമുണ്ട്, മരങ്ങളുടെ കളറൊക്കെ മാറിയിരിക്കണുണ്ടോ? ഈ തണുപ്പത്തോട്ട് പോണ കാരണം ആ ഇലകളുടെ കളറൊക്കെ മാറി. ഇനി അത് കൊഴിഞ്ഞ് താഴെ വീഴും. ഇനി ഇലയില്ലാണ്ട് മരം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഒരു 2 ആഴ്ചക്കുള്ളിൽ മിക്കവാറും ഇലകൾ ഫുള്ള് താഴെ വീഴുന്നുണ്ടാവും. അവിടെ ഉണ്ട്, ആ മരങ്ങളും കാണിച്ചേ. അതും ഇത് മഞ്ഞ കളറായിട്ട് നിൽക്കുന്നത്.